പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിപ്പാൻ ഒരവസരം കൂടെ മഹാദൈവം നൽകുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവവചന ഭാഗം 119 സങ്കീർത്തനം അതിൻ്റെ 30 വാക്യമാണ്. സാം 119 വേഴ്സ് 30. ആ വാക്യം ഇങ്ങനെയാണ്: വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്റെ വിധികളെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ എപ്പിസോഡിൽ അല്ലെങ്കിൽ 29 വാക്യത്തിൽ നാം ചിന്തിച്ചത് ഭോഷ്കിൻ്റെ വഴി, ദ വേ ഓഫ് ലൈഫ് ആൻഡ് ദ കോൺസിക്വൻസസ്, അതിൻ്റെ പരിണിത ഫലങ്ങൾ, അത് വരുത്തുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് നാം ചിന്തിച്ചത്. ഒരുവൻ ഭോഷ്കിൻ്റെ വഴി തിരഞ്ഞെടുത്താൽ അവന് നിത്യരാജ്യത്തിൽ പോലും ദൈവരാജ്യത്തിൽ പോലും പ്രവേശനം നിഷിദ്ധമായിരിക്കും എന്ന് വെളിപ്പാട് പുസ്തകം 21:8 ആസ്പദമാക്കി നമുക്ക് ചിന്തിപ്പാൻ ദൈവം കൃപ നൽകി. എന്നാൽ ഇവിടെ ദ വേ ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ സത്യത്തിൻ്റെ വഴി, അഥവാ മലയാള പരിഭാഷയിൽ വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ഭാവി അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൻ്റെ ഭാവി ഒക്കെ നിർണയിക്കുന്നത് അവരവരുടെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കും. നാം എന്ത് തിരഞ്ഞെടുക്കുന്നുവോ, ഏത് വഴി തിരഞ്ഞെടുക്കുന്നുവോ, അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഭാവി നിർണയിക്കപ്പെടുന്നത്. മനുഷ്യ സൃഷ്ടിയിൽ തിരഞ്ഞെടുക്കാനുള്ള അവസരം, ചോയ്സ് ദൈവം മനുഷ്യന് നമുക്ക് തന്നെ തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സസ് 19 and 20, ആവർത്തന പുസ്തകം 30 അധ്യായം അതിൻ്റെ 19, 20 വാക്യങ്ങളിൽ വളരെ ശക്തമായി ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു: ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുൻപിലുണ്ട്. നിങ്ങൾ ജീവൻ തിരഞ്ഞെടുത്താൽ അത് നിങ്ങൾക്ക് നന്മയായി അനുഗ്രഹമായി തീരും. നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അനുഗ്രഹം വേണോ, ശാപം വേണോ? ഇടുക്കുവാതിൽ വേണോ, വിശാലമായ വാതിൽ വേണോ? മത്തായി സുവിശേഷം 7 അധ്യായം 13, 14 വാക്യങ്ങളിൽ, മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 13 and 14, 2 വഴികളെക്കുറിച്ച് അവിടെ സംസാരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു. തിരഞ്ഞെടുപ്പ് നമുക്ക് ദൈവം വിട്ടു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടും വളരെ പ്രാർത്ഥനയോടും വളരെ ശ്രദ്ധയോടും കൂടെ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നാം നടത്തിയില്ലെങ്കിൽ ജീവകാലം മുഴുവനും എടുത്തു മാറ്റാൻ കഴിയാത്ത, അടർത്തി മാറ്റാൻ കഴിയാത്ത, വെച്ചുമാറാൻ കഴിയാത്ത അനുഭവത്തിൽ മരണം വരെ ദുഃഖിക്കേണ്ട വരും. അങ്ങനെ ദുഃഖിക്കുന്ന ധാരാളം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരും. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ കാര്യങ്ങളിൽ വളരെ ദൈവാശ്രയത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതം അന്വേഷിച്ച് ദൈവത്തിൽ നിന്നും കൺഫർമേഷൻ വാങ്ങി വേണം നാം സ്റ്റെപ്പുകൾ എടുക്കാൻ. ഒരുപക്ഷെ നമ്മളെ നയിക്കുന്ന നമ്മുടെ ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, പ്രോഫറ്റ്സ്, പ്രവാചകന്മാർ, കൗൺസിലേഴ്സ് ഒക്കെ നമുക്ക് ഇൻഫർമേഷനുകൾ തരും, നമുക്ക് നിർദ്ദേശങ്ങൾ തരും, അറിവുകൾ പകർന്നു തരും. എന്നാൽ അതിൻ്റെ കൺഫർമേഷൻ, അതിൻ്റെ ഉറപ്പ് നാം ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കണം. ദൈവത്തിൽ നിന്ന് കൺഫർമേഷൻ കിട്ടാത്ത ഒരു സ്റ്റെപ്പുകളും ഫലപ്രാപ്തിയിലെത്തുകയില്ല. അതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ
നാം തിരഞ്ഞെടുക്കുന്ന വഴികൾ, നാം തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ വളരെ പ്രാധാന്യതയുള്ളതാണ്. നമുക്കറിയാം, പൂർവ്വപിതാവായ അബ്രഹാം ദൈവത്തിന് ശബ്ദം കേട്ട് ദൈവിക ദർശനം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഇറങ്ങിത്തിരിച്ചു. എന്നാൽ അബ്രഹാമിന് കിട്ടിയ ദർശനത്തിൻ്റെ കെയർ ഓഫിൽ ലോത്തും ഇറങ്ങിത്തിരിച്ചു. എന്നാൽ വഴിമധ്യേ ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവൻ്റെ ജീവിതം അടിമുടി താറുമാറാക്കി. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് തെറ്റിയതിനാൽ പത്രോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ നീതിയുള്ള മനസ്സിൽ നൊന്ത് വലഞ്ഞുപോയ ഒരു നീതിമാനായി ലോത്ത് മാറി. തൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറി. തൻ്റെ പെൺമക്കൾ വഴിപിഴച്ച് ശപിക്കപ്പെട്ടവരായി. ഇതിൻ്റെ എല്ലാം കാരണം ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിയതാണ്. ഒരു കാര്യത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളത് ഏതു മനുഷ്യൻ്റെയും ഹൃദയത്തിലെ അടങ്ങാത്ത ആഗ്രഹമാണ്. എന്നാൽ ആ ഗോൾ അല്ലെങ്കിൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന മാർഗം അല്ലെങ്കിൽ അതിനുവേണ്ടി എടുക്കുന്ന വഴി വളരെ പ്രാധാന്യതയുള്ളതാണ്. എൻസ് ആൻഡ് മീൻസ് അല്ലെങ്കിൽ ലക്ഷ്യവും മാർഗവും രണ്ടും ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ശുദ്ധമായിരിക്കണം. ലക്ഷ്യവും ആ ലക്ഷ്യം പൂർത്തീകരിക്കാനായി എടുക്കുന്ന മാർഗം അല്ലെങ്കിൽ വഴി അത് ശുദ്ധമായിരിക്കണം. അതുകൊണ്ടാണ് നാം വായിച്ച വാക്യത്തിൽ ദൈവഭക്തൻ അതിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നത്, വിശ്വസ്തതയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുക്കുന്നു, അപ്പോൾ തന്നെ നിന്റെ വിധികളെ, നിന്റെ വചനങ്ങളെ ഞാൻ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ദൈവവചനത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണവുമായി ചേർന്ന് പോകാത്ത, ദൈവത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു വഴിയും എൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി ഞാൻ തിരഞ്ഞെടുക്കുകയില്ല. എവിടെ എത്തണമെങ്കിലും വചനം എന്തു പറയുന്നു, നിയമം, പ്രമാണം എന്തു പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യുകയുള്ളൂ എന്നാണ് ഭക്തൻ പറയുന്നത്. നമുക്കറിയാം, അപ്പനിൽ നിന്നും അനുഗ്രഹം പ്രാപിപ്പാൻ യാക്കോബ് തെരഞ്ഞെടുത്ത മാർഗം, അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷെ ആ അനുഗ്രഹം പിടിച്ചു വാങ്ങാൻ അല്ലെങ്കിൽ അപ്പൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠൻ്റെ കയ്യിൽ നിന്നും ജ്യേഷ്ഠാവകാശവും അപ്പൻ്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹവും നേടിയെടുക്കുവാൻ യാക്കോബ് തിരഞ്ഞെടുത്ത മാർഗം, അതിന് കണ്ടുപിടിച്ച വഴി തെറ്റിപ്പോയി. അതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ അപ്പനിൽ നിന്ന് ലഭിച്ചതും ജ്യേഷ്ഠനിൽ നിന്ന് ലഭിച്ചതും അധ്വാനം കൊണ്ട് നേടിയതൊന്നും സന്തോഷത്തോടെ തനിക്ക് അനുഭവിക്കാൻ കഴിയാതെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം സമയവും ഭീതിയിലും നിരാശയിലും കുറ്റബോധത്തിലും താനെ ചിലവഴിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, തൻ്റെ ഭക്തന്മാരുടെ ഹൃദയങ്ങളിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എന്നാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുവാൻ, അത് നേടിയെടുക്കുവാൻ നാം തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അതുകൊണ്ട് തന്നെ ദൈവഭക്തനോട് ചേർന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, ഭോഷ്കിൻ്റെ വഴികൾ എനിക്ക് വേണ്ട, കള്ളത്തിൻ്റെ വഴികൾ വേണ്ട, സത്യത്തിൻ്റെ പാതയിലൂടെ മാത്രം, സത്യത്തിൻ്റെ വഴിയിലൂടെ മാത്രം, വിശ്വസ്തതയുടെ മാർഗത്തിലൂടെ മാത്രം ഞാൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വഴികൾ, എൻ്റെ പാതകൾ
സത്യത്തിൻ്റെതാണോ വിശ്വസ്തതയുടെ മാർഗമാണോ എന്ന് തിരിച്ചറിയുവാൻ ഒരളവുകോലായി ദൈവമേ നിന്റെ വിധികൾ, നിന്റെ വചനങ്ങൾ ഞാൻ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഏതൊരാഗ്രഹവും ഏതൊരു ലക്ഷ്യവും പൂർത്തീകരിക്കുന്നത് കർത്താവെ അങ്ങയുടെ വചനത്തിലൂടെ മാത്രം മതി. യഹോവയ്ക്ക് വിശുദ്ധം എന്ന ലേബലില്ലാത്ത, മുദ്രയില്ലാത്തതൊന്നും എനിക്ക് വേണ്ട. ഏതൊരു ലക്ഷ്യവും പൂർത്തീകരിപ്പാൻ വിശ്വസ്തതയുടെ മാർഗത്തിലൂടെ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ദൈവമേ എനിക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെടാം. കുറുക്കു വഴിയിലൂടെയല്ല. കാരണം വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ ദുഷ്പ്രവർത്തിക്കാരോടൊപ്പം തള്ളിക്കളയുമെന്ന് സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി പറയുമ്പോൾ, നേരായ വഴികളിലൂടെ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്ത് വചനാടിസ്ഥാനത്തിൽ ജീവിച്ച് ദൈവം എന്തു തന്നാലും ഭീതിയോ അല്ലെങ്കിൽ പ്രാണഭയമോ നിരാശയോ അസ്വസ്ഥതകളോ കൂടാതെ ദൈവം തന്നതെന്തും സന്തോഷത്തോടും സ്വസ്ഥതയോടും നന്ദിയോടും കൃപയോടും കൂടെ അനുഭവിക്കേണ്ടതിന് ഈ പാഴ്മരുഭൂമിയിൽ വിശ്വസ്തതയുടെ മാർഗത്തിലൂടെ സത്യത്തിൻ്റെ പാതയിൽ നമുക്ക് യാത്ര ചെയ്യാം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കേവർക്കും കൃപ നൽകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.